ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ യാ തുല്ലാബ്, കൈഫൽ ഹാൽ, സൈൻ അൻതും യാ തുല്ലാബ്. 7ാം ക്ലാസ്സിലത്തെ പൊന്നുമക്കളെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഓരോ ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം പലരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാപ്റ്റർ ബേസിലുള്ള ക്ലാസ്സുകളൊക്കെ നല്ല മനോഹരമായിട്ട് കേൾക്കുന്നുണ്ട്, കമൻറ്റ് അറിയിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ക്രിസ്മസ് എക്സാം നമ്മളിലേക്ക് അടുത്തിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാനില്ല, കൂടുതൽ സമയം വെറുതെ ഇരിക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററുകൾ എന്ത് ചെയ്യണം, ബേസായിട്ട് പഠിച്ചു പോകണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, മാരത്തോൺ സെക്ഷൻ ഇടും, അതുപോലെ തന്നെ പ്രത്യേകം പഠിക്കേണ്ട സെക്ഷനുകൾ ഇടും, തുടങ്ങി ഒരുപാട് സെക്ഷനുകൾ ഇടും. എന്നാലും എന്ത് ചെയ്യാനാണ്, നമ്മൾ ഓരോ ചാപ്റ്ററുകൾ എന്ത് ചെയ്യാണ്, ബേസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 4ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്ററിലേക്കാണ് അല്ലേ. 3ാമത്തെ മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ 4ാമത്തെ മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് 4ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്ററാണ്. നോക്കൂ, നേരെ പാഠത്തിലേക്ക് കിടക്കാൻ നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല. എന്താണ് മത്തുലൂബ് മുത്തർജിം. ഇവിടെ ഒരു ഓഫീസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഓഫീസ് സ്റ്റാഫിനെ കാണുന്നുണ്ട്, അത് തന്നെ ഒരു ഇൻ്റർവ്യൂക്ക് വന്ന ഒരു ആളെ നമുക്ക് കാണുന്നുണ്ട്. മത്തുലൂബ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നു, ആരെ? മുത്തർജിം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ അല്ലേ. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഒരാളെ എന്ത് ചെയ്യുന്നു, അന്വേഷിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കൂ, തഫാസിൽ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരുപാട് സ്ഥലത്ത് കാണും ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഒരുപാട് പോസ്റ്ററുകളൊക്കെ കാണും. അങ്ങനെ ആ പോസ്റ്ററുകൾ കാണുമ്പോൾ ഒക്കെ നമ്മൾ അതിൽ കാണലുണ്ട് ഡീറ്റെയിൽസ്. ഇത്ര ഇയർത്തെ എക്സ്പീരിയൻസ് വേണം, അതുപോലെ തന്നെ ഇന്ന ആളായിരിക്കണം, ഈ യോഗ്യത ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കേരളത്തിലായിരിക്കും, തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് അതിലിങ്ങനെ കാണും. അതുപോലെ തന്നെ നോക്കൂ, അത്താഫാസിൽ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് എന്നാണ്. നോക്കൂ, ഫസ്റ്റത്തെ ഡീറ്റെയിൽ എന്താണ്, ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താണ്? യംലിക്കുൽ മുഅഹിലു ബി കാലൂരിയൂസ് ഫി തർജുമ അല്ലേ. തർജുമയിൽ, അതായത് ട്രാൻസ്ലേഷനിൽ എന്തായിരിക്കണം, ഡിഗ്രി ചെയ്ത ഒരാളായിരിക്കണം. അപ്പോൾ ഡിഗ്രിയുള്ള, ട്രാൻസ്ലേഷനിൽ PhD ആയിട്ടുള്ള, ബക്കാലൂരീസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി എന്നാണ്. അപ്പോൾ നമ്മുടെ തർജുമയിൽ ഡിഗ്രി നേടിയിട്ടുള്ള, ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ യുജീദുൽ ലുഅത്തൈനി അൽ അറബിയ വൽ ഇൻജിലീസിയ ഇജാദത്തി താമ, അതായത് നമ്മുടെ 2 ഭാഷകൾ. ഏതൊക്കെ 2 ഭാഷകൾ മക്കളെ? ഒന്ന് പറഞ്ഞാട്ടെ, 2 ഭാഷകൾ ഏതൊക്കെ? അതായത് അറബിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിയ. എന്താ ഇംഗ്ലീഷിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്. അപ്പോൾ അറബിയിലും ഇംഗ്ലീഷിലും എന്തായിരിക്കണം, നല്ല കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഹിന്ദിയുൻ ലദൈ ഹിബ്റത്തുൻ അമലു സനതൈനി ഫിൽ തർജുമ. എന്താ പറഞ്ഞെന്നറിയോ? ഹിന്ദിയുൻ, ഇന്ത്യക്കാരനായിരിക്കണം. അതുപോലെ തന്നെ ലദൈ ഹിബ്റത്തുൻ അമലു സനതൈനി, അദ്ദേഹത്തിന് എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം. ഹിബ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പീരിയൻസ് എന്നാണ്. മനസ്സിലായോ. അപ്പോൾ എക്സ്പീരിയൻസ് വേണം. അമലി ഫി തർജുമ, തർജുമയിൽ അതായത് ട്രാൻസ്ലേഷനിൽ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. മനസ്സിലായല്ലോ. അൽ മൗക്കി, ഇനി സ്ഥലം പറയാണ്. എന്ത്? അപ്പോൾ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇന്ന വ്യക്തിയായിരിക്കണം, ഇന്ന കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. ഇനി നോക്കൂ, അൽ മൗക്കി, അതായത് ഈ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമാണ് പറഞ്ഞത്. എവിടെയാണ്? മർക്കസു തർജുമത്തിൽ കാനൂനിയ ബി തിരുവനന്തപുരം ഫിൽ ഇന്ത്. അപ്പോൾ ഇന്ത്യയിലെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്, ഈ ട്രാൻസ്ലേഷൻ കമ്പനിയിൽ വെച്ചിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ലീഗൽ ട്രാൻസ്ലേഷൻ സെൻറ്റർ, അതിനാണ് മർക്കസു തർജമത്തിൽ കാനൂനിയ എന്ന് പറയുക. മർക്കസു തർജമത്തിൽ കാനൂനിയ എന്ന് പറഞ്ഞാൽ ലീഗൽ ട്രാൻസ്ലേഷൻ സെൻറ്റർ. എവിടെയാണ്? ബി തിരുവനന്തപുരത്താണ്. ഫിൽ ഇന്ത്, ഇന്ത്യയിലെ തിരുവനന്തപുരത്തെ ലീഗൽ ട്രാൻസ്ലേഷൻ സെൻറ്ററിലാണ് വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെലക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സമയം കൊടുത്തിട്ടുണ്ട്. സമയം എത്രയാണ്? മിനസാഅത്തിൽ ആഷിറ എന്ന് പറഞ്ഞാൽ എത്ര? 10 മണിയാണ്. സ്വബാഹൻ, രാവിലെ. അപ്പോൾ രാവിലെ 10 മണി മുതൽ ഹത്താ റാബിയ എന്ന് പറഞ്ഞാൽ എത്ര മണിയാണ് മക്കളെ? 4 മണിയാണ്. മസാഅൻ, വൈകിട്ട്, കുല്ലയോമിൻ, എല്ലാ ദിവസവും. അപ്പം രാവിലെ 10 മണി മുതൽ, ഫിസ്സാഅത്തി യോമുൽ ആഷിറ മുതൽ, മിനസാഅത്ത് ആഷിറ മുതൽ, അതായത് 10 to 4 വരെ അല്ലേ. 10 മണി മുതൽ 4 മണി വരെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, അറസിൽ സീറത്തക്ക, അറസിൽ നീ അയക്കുക അല്ലേ. അറസിൽ നിങ്ങൾ അയക്കുക, സീറത്തുക നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക. സീറത്തക്ക ദാത്തിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡാറ്റ അയക്കുക. അബറുൽ ബരീദുൽ ഇലക്ട്രോണി എന്ന് പറഞ്ഞാൽ എന്താ? ജിമെയിൽ മുഖേന. അപ്പോൾ ഇമെയിൽ മുഖേന എന്ത് ചെയ്യുക, നിങ്ങളുടെ ബയോഡാറ്റ അയക്കുക. ഫി അക്രബി വക്തിൽ മുംകിൻ എന്ന് പറഞ്ഞാൽ
ആസ് സൂൺ ആസ് പോസിബിൾ, അതായത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് അയക്കാൻ കഴിയോ അത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽ എന്ത് ചെയ്യുക മക്കളെ, ഇമെയിൽ വഴി അല്ലേ. അബരിൽ ബരീദിൽ ഇലക്ട്രോണിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇമെയിൽ അല്ലേ. ജിമെയിൽ അല്ലെങ്കിൽ ഇമെയിലാണ് എന്തെന്ന് പറയാ, ബരീദിൽ ഇലക്ട്രോണിയ എന്ന് പറയാം. അപ്പോൾ ബരീദിൽ ഇലക്ട്രോണിയ അതായത് നമ്മുടെ ജിമെയിൽ വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡാറ്റകളും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കുക. നമ്മളൊരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവല്. മക്കൾക്കറിയോ, ഒരു ജോലിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബയോഡാറ്റ, അതായത് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ പേര്, നമ്മുടെ സ്ഥലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, മെയിൽ അയക്കും. എന്നിട്ട് അവർ ആ മെയിൽ സ്വീകരിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കുക. അപ്പോൾ ആ ഒരു മുൻഗണനയാണ്. നോക്കൂ, നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം സീറത്തുദ്ദാത്തിയ. എന്താ സീറത്തുദ്ദാത്തിയ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ അല്ലേ. റിൽവാൻ എന്ന് പറയുന്ന കുട്ടിയുടെ ബയോഡാറ്റ നമുക്ക് തയ്യാറാക്കാം. അല്ലത്തി യത്ലുബു മിൻഹു അൽ മുത്തർജിം. അപ്പോൾ മുത്തർജിം ആവശ്യപ്പെട്ട, അതായത് ട്രാൻസ്ലേറ്റർ ആവശ്യപ്പെട്ടിട്ടുള്ള ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യണം, ബയോഡാറ്റ ഇവിടെ കൊടുക്കണം. അപ്പോൾ നോക്കൂ മക്കളെ, നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അത്തരം ബയോഡാറ്റകൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ബയോഡാറ്റ നമ്മൾ ഉണ്ടാക്കി പഠിക്കൽ എന്താണ്, വളരെ നിർബന്ധമാണ്. കാരണം എന്താ, നമ്മളൊരു ജോലിക്ക് അന്വേഷിക്കുമ്പോൾ അല്ല നമ്മളൊരു ജോലിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, ഇസ്മു കാമിൽ, പൂർണ്ണനാമം. അപ്പോൾ എന്താണോ പൂർണ്ണനാമം, ആ പേര് അവിടെ എഴുതി കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ കമ്പനിയിലേക്ക് നമ്മൾ മെയിൽ അയക്കുകയാണ്. മെയിൽ അയക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു ബയോഡാറ്റ അയക്കാൻ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ അയക്കേണ്ടത്, ആ കാര്യമാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇസ്മു കാമിൽ, പൂർണ്ണനാമം, ഫുൾ നെയിം അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഉൻവാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഉൻവാൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്സാണ്. മനസ്സിലായോ? ഉൻവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ്സ് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അഡ്രസ്സ് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. എന്താണോ അഡ്രസ്സ്, എൻ്റെ അഡ്രസ്സ് എന്താണ്, മനത്താനത്തിലെ മനത്താനത്ത് നിന്ന് ഞാൻ എഴുതി. എൻ്റെ പേരെന്താ, മുഹമ്മദ് അനസ് എന്ന് ഞാൻ എഴുതി കേട്ടോ, മുഹമ്മദ് അനസ് എന്ന് എഴുതി. അതുപോലെ തന്നെ എൻ്റെ അഡ്രസ്സ് എഴുതി. അടുത്തിട്ട് ചോദിക്കുന്നത് ജിൻസിയ, അതായത് നമ്മുടെ നാഷണാലിറ്റി, ദേശീയത ഏതാണ് ഹിന്ദിയാണ് അല്ലേ. നമ്മൾ ഏതാണ്, ഇന്ത്യക്കാരനാണ്. അപ്പം എന്ത് ചെയ്യുക, ഇന്ത്യ എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ജിൻസ്, അതായത് മെയിലാണോ ഫീമെയിലാണോ, ഏതാണ്, ദക്കറാണ് അല്ലേ. അതായത് റിൽവാൻ ആരാണ്, ദക്കറാണ്. അപ്പം എന്ത് ചെയ്യുക, ദക്കർ എന്ന് എഴുതി കൊടുക്കുക. അടുത്ത് ഉംറ്, ഏതെങ്കിലും ഒരു വയസ്സ് എഴുതി കൊടുക്കുക, 23 എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായോ? ഇനി താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇസ്മു വാലിദ്, ഉപ്പയുടെ പേര് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇസ്മു വാലിദത്ത്, ഉമ്മയുടെ പേര് ചോദിക്കുന്നുണ്ട്, ഉമ്മയുടെ പേര് എഴുതി കൊടുക്കുക. ലുഅത്തുൽ ഉമ്മ്, അതായത് നമ്മളുടെ മാതൃക ഭാഷ ഏതാണ്. അപ്പോൾ നമ്മളെ ഭാഷ ഏതാ, നമ്മളെ മാതൃഭാഷ ഏതാ, മാതൃഭാഷ ഏതാണ്, മലയാളമാണ്. അപ്പം എന്ത് ചെയ്യുക, മലയാളം അല്ലേ, മലയാളം എന്ത് ചെയ്താൽ എഴുതി കൊടുക്കാം. അടുത്ത് നോക്കൂ റക്കമുൽ ജവാസി സഫർ, അതായത് പാസ്പോർട്ട് നമ്പർ. അപ്പം നമ്മുടെ പാസ്പോർട്ട് നമ്പർ എത്രയാണോ, റക്കമു ജവാസി സഫർ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് നമ്പറാണ്. അപ്പോൾ പാസ്പോർട്ടിൽ എന്തുണ്ടാവും, നമ്മളൊരു നമ്പർ ഉണ്ടാവും. ആ പാസ്പോർട്ട് നമ്പർ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. മനസ്സിലായോ മക്കളെ? അടുത്ത് നോക്കൂ, മുഹയ്യിലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലേ. അപ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻ, നമ്മൾ റിൽവാനിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു, ബക്കാലൂരിയൂസ് ഫിൽ തർജുമ അല്ലേ. അതായത് തർജുമ എന്ത് കിട്ടി. അപ്പോൾ മുഹയ്യിലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ക്വാളിഫിക്കേഷൻ എന്നാണ് കേട്ടോ, ക്വാളിഫിക്കേഷൻ. അപ്പം ക്വാളിഫിക്കേഷൻ്റെ അറബിയാണ് എന്ത്, മുഹയ്യിലാത്ത്. അപ്പോൾ എന്താണ് മുഹയ്യിലാത്ത്, ബക്കാലൂസ് അല്ലേ. ബക്കാലിരിയൂസ് ഏതിൽ, തർജുമ, തർജുമിൽ എന്ത് കിട്ടിയിട്ടുണ്ട്, ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ആരുടെ, റിൽവാനിൻ്റെ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ഹിബ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പീരിയൻസ്. എന്താണ് എക്സ്പീരിയൻസ് എന്നാ, എക്സ്പീരിയൻസ് എന്തായിരുന്നു, സനത്താനി അല്ലേ, സനത്താനി ഫിത്ത് തർജുമ. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 2 വർഷം എന്തുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. എവിടെ പോയി, സനത്താനി ഫിത്ത് തർജുമ അല്ലേ. അപ്പോൾ അമലു സനത്താനി, അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കുക, സനത്തൈനി ഫി തർജുമ, അതായത് തർജുമയിൽ എന്തുണ്ട്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മനസ്സിലായോ മക്കളെ? അപ്പം എന്ത് ചെയ്യണോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. അടുത്ത് നോക്കൂ, റക്കമു ടെലിഫോൺ, അതായത് ഫോൺ നമ്പർ.
ഫോൺ നമ്പർ എത്ര ആണോ അതെന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ബരീദുൽ ഇലക്ട്രോണി, നമ്മുടെ ഇമെയിൽ ഏതാണോ അത് എഴുതി കൊടുക്കുക. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം നമ്മളൊരു അപ്ലൈ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ സമീപിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓഫീസിലേക്ക് എന്ത് നമ്മൾ ബയോഡാറ്റ എഴുതി കൊടുക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഒരു ബയോഡാറ്റ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്മു കാമിൽ, പൂർണ്ണനാമം എഴുതി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യുക മക്കളെ, മനസ്സിലാക്കി വെക്കുക. ഒരു പക്ഷേ എക്സാമിന് നിങ്ങളോട് ചോദിക്കും, റിൽവാൻ എന്നുള്ളതിന് പകരം വേറൊരാളെ പേര് തന്നിട്ട് പറയും, നിങ്ങളോട് അവനെ സഹായിക്കാൻ വേണ്ടി പറയും, എന്തിന്, ബയോഡാറ്റ തയ്യാറാക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഇസ്മു കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണനാമമാണ്, ഉൻവാൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് എന്നാണ്, ജിൻസി എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി, ഇല്ലേ, ദേശീയത, ഇന്ത്യക്കാരനാണോ പാകിസ്ഥാനാണോ ഏതാണോ അത് എഴുതി കൊടുക്കുക. ജിൻസി എന്ന് പറഞ്ഞാൽ മെയിൽ ഓർ ഫീമെയിൽ, അല്ലേ. അതുപോലെ തന്നെ ഉംർ എന്ന് പറഞ്ഞാൽ വയസ്സാണ്, താരീഖുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ഇസ്മു വാലിദ് എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ പേരാണ്, ഇസ്മു വാലിദ് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ പേരാണ്, ലുഅത്തുൽ ഉമ്മ എന്ന് പറഞ്ഞാൽ മാതൃഭാഷയാണ്. അതുപോലെ തന്നെ റഖ്മു ജവാസുൽ സഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്പോർട്ട് നമ്പറാണ്. അതുപോലെ തന്നെ മുഹയ്യിലാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ആണ്, ഖിബ്രത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്, റഖ്മു ടെലിഫോൺ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ ആണ്, ബരീദുൽ ഇലക്ട്രോണിയ എന്ന് പറഞ്ഞാൽ ഇമെയിൽ ആണ്, അല്ലേ, ജിമെയിൽ. അപ്പോൾ നമ്മുടെ ജിമെയിൽ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിക്കുക. ഇപ്പുറം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് അറിയാൻ മതി. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് റഖ്മു ജവാസി സഫർ, അതുപോലെ തന്നെ മുഹയ്യിലാത്ത്, അതുപോലെ തന്നെ ഹിബ്രത്ത്, അതുപോലെ തന്നെ റഖ്മു ടെലിഫോൺ, ബരീദുൽ ഇലക്ട്രോണിയ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് അഥവാ നമ്മളോട് ചോദിച്ച് എന്ത് ചെയ്യുക, നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഹസൽ റിൽവാനു അല റിസാലത്തി അബ്രുൽ ബരീദ് ഇലക്ട്രോണി അയ്യാൻ അക്രഹു. അപ്പോൾ നമ്മുടെ റിൽവാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ജിമെയിൽ മുഖേന, അല്ലേ, ഇമെയിൽ മുഖേന അവൻ്റെ ബയോഡാറ്റ അയച്ചു കൊടുക്കുന്നു. എവിടേക്ക്, നമ്മുടെ തിരുവനന്തപുരത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ആ ഇമെയിൽ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, റിൽവാൻ ഒരു ഇമെയിൽ അയച്ചു കൊടുക്കുന്നു. അതാണ് മിനൽ മർക്കസി തർജമത്തിൽ കാനൂനിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ലീഗൽ ട്രാൻസ്ലേഷൻ കമ്പനിയിൽ നിന്നുള്ള എന്താണ്, ഒരു ഇമെയിലാണ്. അൽ മൗദു, വിഷയം എന്താണ്, അൽ ഹുദൂർ ഫിൽ മുഖാബില, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മൾ റിൽവാൻ അയച്ചിട്ടുള്ള ബയോഡാറ്റ എന്ത് ചെയ്തു, അവർ വായിച്ചു, അവർക്ക് മനസ്സിലായി ഇവനക്ക് എന്തുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, അല്ലേ, ഇവൻ ഈ പറ്റിയ പണിക്ക്, ഇവൻ ഈ ലീഗൽ ട്രാൻസ്ലേഷൻ ഓഫീസിൽ പറ്റിയ ആളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ തിരിച്ച് മെസ്സേജ് അയക്കുകയാണ്. ആർക്ക്, നമ്മൾ റിൽവാന്. റിൽവാനോട് പറയാണ് എന്ത്, നീ എന്ത് ചെയ്യണം, ഇന്റർവ്യൂയിലേക്ക് വരണം. നോക്കൂ, അസയ്യിദ് റിൽവാൻ അസ്സലാമു അലൈക്കും, റിൽവാനോട് സലാമൊക്കെ പറഞ്ഞിട്ട് പറയാണ് എന്ത്, ഇസ്തലംന സീറത്തക ദാത്തിയ, ഇസ്തലംന എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾക്ക് കരസ്ഥമായി, അല്ലേ, ഞങ്ങൾക്ക് ലഭിച്ചു എന്ത്, സീറത്തക ദാത്തിയ, നിന്റെ ബയോഡാറ്റ ഞങ്ങൾക്ക് ലഭിച്ചു. നെർജു മിൻക അൽ ഹുദൂറ ഫിൽ മുഖാബില, നെർജു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, മിൻക നിങ്ങളിൽ നിന്ന്, ഞങ്ങൾ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു അൽ ഹുദൂറ അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്, വരാൻ. എവിടെ, ഫി മുഖാബിലെത്തി, ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരാൻ. ബി താരീഖി, ഈ 2024 11/21, അല്ലേ. അപ്പോൾ 2024 11-ാം മാസം 21-ാം തീയതി മറ്റേ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നീ വരണമെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. ഫിസായത്തിൽ ഹാഷറത്തി സ്വഭാവൻ, അതായത് രാവിലെ 10 മണിക്ക്. ബി ഷഹാരത്ത് ഫിൽ മർക്കസി തർജമത്തിൽ കാനുയ ബി തിരുവനന്തപുരം ഫിൽ ഇന്ത്യയിലെ തിരുവനന്തപുരത്തെ ലീഗൽ ഓഫീസിൽ വെച്ചിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അവിടേക്ക് നീ എന്ത് ചെയ്യണം, വരണമെന്ന് ഇവനോട് തിരിച്ചെന്ത് ചെയ്യാണ്, മറ്റേ അവിടുത്തെ നമ്മുടെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, തിരിച്ചില്ലേ, മർക്കസു തർജമത്തിൽ കാനൂനിയ ഫിൽ ഇന്ത്യയിലെ ലീഗൽ ഓഫീസിൽ നിന്നും നമ്മുടെ റിൽവാനിന് തിരിച്ചെന്ത് ചെയ്യാണ് മക്കളെ, ഒരു മെയിൽ അയച്ചു കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ. ഇനി നോക്കൂ, കമിസാ. അപ്പം പാഠം മനസ്സിലായല്ലോ. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. അതായത് നമ്മൾ റിൽവാൻ എന്ത് ചെയ്യുന്നു, ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. സ്വാഭാവികമായിട്ടും അവൻ്റെ ഒരു ബയോഡാറ്റ നമ്മൾ തയ്യാറാക്കി, അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. അവനിക്ക് തിരിച്ച് അവൻ ബയോഡാറ്റ വെച്ചിട്ട് അവൻ മെയിൽ അയച്ചു കൊടുത്തു. അവിടെ അവർ സ്വീകരിച്ചു. ആ മെയിലിന് പകരമുള്ളൊരു മെയിൽ എന്ത് ചെയ്തു, തിരിച്ചിങ്ങോട്ട് നമ്മുടെ റിൽവാന് കിട്ടി, അല്ലേ. നമ്മുടെ ജിമെയിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് തിരിയും മെയിൽ വന്ന രൂപം ഇങ്ങനെ തന്നെ വരിക. ആദ്യം ഒരു അഡ്രസ്സ് കൊടുക്കും, അല്ലേ. അഡ്രസ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, കാര്യം പറയും, അവൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് പറയും, നീ ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീ വരണമെന്ന് പറയും. അതേ ഒരു ഫോർമാറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ അവർ തിരിച്ചിങ്ങോട്ട് അയച്ചുള്ളതിലും വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമിസാ, എത്രയായി സമയം. നമ്മൾ സമയത്തെക്കുറിച്ച് പഠിക്കണം, അല്ലേ. നമ്മളെല്ലാ
ദിവസവും പറയലുണ്ട് 1 മണിയായി 2 മണിയായി 3 മണി 4 മണി 5 മണി 6 മണി 7 മണി 8 മണി ഇങ്ങനെ നമ്മൾ മലയാളത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും സമയം പറയും. പക്ഷെ അറബിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സമയം പറയാൻ അധിക പേർക്കും അറിയില്ല. പക്ഷെ അറബിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സമയം പറയാൻ വേണ്ടി പഠിക്കണം. വേണ്ടേ മക്കളെ? അപ്പൊ നോക്കൂ, സമയം എത്രയായി? അസ്സാഅത്തുൽ ആശിറ എന്ന് പറഞ്ഞാൽ എത്ര? 10 മണിയാണ്. ഈ ക്ലോക്കിലെ ചെറിയ സൂചി എവിടെയാണ്? 10ന്റെ നേരെയും വലിയ സൂചി 12ന്റെ നേരെയുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10ന്റെ നേരെ സൂചിയാണെങ്കിൽ അതെത്രയാണ്? 10 മണിയാണ്. അതുകൊണ്ടാണ് 10 മണിക്ക് അസ്സാഅത്തുൽ ആശിറ എന്ന് പറഞ്ഞത്. അപ്പോൾ 10 മണിക്ക് എത്ര പറയാ? അസ്സാഅത്തുൽ ആശിറ. മനസ്സിലായല്ലോ? നോക്കൂ, അസ്സാഅത്തുൽ വാഹിദ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര ആയിരിക്കും? വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ? അപ്പോൾ അസ്സാഅത്തുൽ വാഹിദ എന്ന് പറഞ്ഞാലും മക്കളെ 1 മണി എന്നല്ലേ? അപ്പം എന്ത് ചെയ്യുക? നേരെ 1 മണിയിലേക്ക് എന്ത് ചെയ്യുക? സമയത്തെ ബന്ധിപ്പിക്കുക. മനസ്സിലായല്ലോ? ഇപ്പം എത്രയായി? 1 മണിയായി. അസ്സാഅത്തു സാനിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര ആയിരിക്കും? 2 മണി എന്നല്ലേ? ഇസ്നാനി എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ അസ്സാഅത്തു സാനി എന്ന് പറഞ്ഞാൽ 2 മണിക്കല്ലേ മക്കളെ പറയുന്നത്? അതുപോലെ തന്നെ അസ്സാഅത്തു സാലിസ 3 മണിക്കല്ലേ സാഅത്തു സാലിസ എന്ന് പറയാ? 4 മണിക്ക് അപ്പം എന്ത് പറയും? അസ്സാഅത്തു റാബിയ എന്ന് പറയൂലേ മക്കളെ? മനസ്സിലായോ? എത്ര സിമ്പിളായിട്ട് നമ്മൾ സമയങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ നോക്കൂ, അസ്സാഅത്തുൽ ആശിറ എന്ന് പറഞ്ഞാൽ 10 മണിയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അസ്സാഅത്തുൽ വാഹിദ എന്ന് പറഞ്ഞാൽ 1 മണിയാണെന്നറിയാം. അസ്സാഅത്തു സാനിയ എന്ന് പറഞ്ഞാൽ 2 മണിയാണെന്നറിയാം. അസ്സാഅത്തു സാലിസ എന്ന് പറഞ്ഞാൽ 3 മണിയാണെന്നറിയാം. അപ്പോൾ നോക്കൂ, 3 മണിക്ക് അസ്സാഅത്തു സാലിസ എന്ന് പറഞ്ഞാൽ 4 മണിക്ക് നമ്മൾ എന്ത് പറയും? അസ്സാഅത്തു റാബിയ എന്ന് പറഞ്ഞൂടെ? അപ്പോൾ 5 മണിക്ക് നമ്മൾ എന്ത് പറയും? അസ്സാഅത്തുൽ ഖാമിസ എന്ന് 5 മണിക്ക് പറയും അല്ലേ? അപ്പോൾ നോക്കൂ, 6 മണിക്ക് നമ്മൾ എന്ത് പറയും? 6 മണിക്ക് നമ്മൾ എന്ത് പറയും? സോറി, ഇവിടെ 6 മണീൻ്റെ നേരെയല്ലേ ഉള്ളത്. അപ്പോൾ ഈ 6 മണിക്ക് നമ്മൾ എന്താ പറയുക? അസ്സാഅത്തു അപ്പോൾ നോക്കൂ, 6 മണിക്ക് നമ്മൾ എന്ത് പറയും? അസ്സാഅത്തു സിത്തത്ത് എന്ന് പറയൂലേ? അപ്പോൾ ഇവിടെ നോക്കൂ, 5 മണി എന്ത് പറയും? അസ്സാഅത്തുൽ ഖാമിസ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എത്ര ഉള്ളത്? ഇസ്തൈഖൽതു മിനൽ യൗമി, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽറ്റു. ഫിസ്സാഅത്തി, നമ്മൾ ഏതെങ്കിലും ഒരു സമയം കൊടുത്താൽ മതി. നമുക്ക് ഏത് സമയം കൊടുക്കാം? ഇസ്തൈഖൽതു മിനൽ യൗമി, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഫിസാഅത്തിൽ ഹാമിസ എന്ന് പറഞ്ഞാൽ എത്ര മണി നമ്മൾ പഠിച്ചിരുന്നത് മക്കളെ? 5 മണി അല്ലേ? അപ്പം എന്ത് ചെയ്യുക? നേരെ 5ന്റെ നേരെ ക്ലോക്ക് വരിക്കുക, 12ലേക്കും ക്ലോക്ക് വരിക്കുക. സെറ്റായി. മനസ്സിലായോ മക്കളെ? അപ്പോൾ അസ്സാഅത്തുൽ വാഹിദ എന്ന് പറഞ്ഞാൽ 1 മണി എന്നാണ്. അസ്സാഅത്തു സാനി എന്ന് പറഞ്ഞാൽ 2 മണി എന്നാണ്. അസ്സാഅത്തു സാലിസ എന്ന് പറഞ്ഞാൽ 3 മണി എന്നാണ്. അസ്സാഅത്തു റാബിയ എന്ന് പറഞ്ഞാൽ 4 മണിയാണ്. അസ്സാഅത്തുൽ ഹാമിസ എന്ന് പറഞ്ഞാൽ 5 മണിയാണ്. അസ്സാഅത്തു സിത്തത്ത് എന്ന് പറഞ്ഞാൽ 6 മണിയാണ്. അസ്സാഅത്തു സാബിയ എന്ന് പറഞ്ഞാൽ 7 മണിയാണ്. അസ്സാഅത്തു സാമിന എന്ന് പറഞ്ഞാൽ അല്ലേ 8 മണിയാണ്. അസ്സാഅത്തു താസിയ എന്ന് പറഞ്ഞാൽ 9 മണിയാണ്. അസ്സാഅത്തു ഹാഷിറ എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. അല്ലേ മക്കളെ? അപ്പം എന്ത് ചെയ്യണം? ഓരോ സമയങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ശരിയല്ലേ? ഇനി നോക്കൂ, ഹറജത്തു, ഞാൻ പുറപ്പെട്ടു. ഇലൽ മദ്രസ, മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഫിസ്സാഅത്തി, എത്ര മണിക്ക് കൊടുക്കാം? ഒരു 9 മണിക്ക് കൊടുക്കാം. അപ്പോൾ 9 മണിക്ക് നമ്മൾ എന്താ അറബി പഠിച്ചിരുന്നത്? ഫിസ്സാഅത്തി താസിയ എന്ന് പറഞ്ഞാൽ പോരെ അല്ലേ? ഫിസാഅത്തി താസിയ. അപ്പം എന്ത് ചെയ്യുക? 9ന്റെ നേരെ സൂചിയാക്കി കൊടുക്കുക. എത്ര സിമ്പിളായിട്ട് നമ്മൾ എഴുതി. അടുത്ത് നോക്കൂ, റജഗത്തു മിനൽ മദ്രസ, ഞാൻ മദ്രസയിൽ നിന്ന് പുറപ്പെട്ടു അല്ലേ? മദ്രസയിലേക്ക് മടങ്ങി, മദ്രസയിലേക്ക് പോയി. ഫിസാഅത്തി, ഏത് സമയം? ഒരു വൈകുന്നേരം 4 മണിക്ക് കൊടുക്കുക. 4 മണിക്ക് നമ്മൾ എങ്ങനെ പറയുക? ഫിസാഅത്തി റാബിയ എന്ന് പറഞ്ഞാൽ പോരെ? ഫിസാഅത്തി റാബിയ എന്ന് പറഞ്ഞാൽ 4 മണിയല്ലേ മക്കളെ? നേരെ 4 മണിയിലേക്ക് എന്ത് ചെയ്യുക? സൂചി വരച്ച് കൊടുക്കുക. സെറ്റാണോ? സെറ്റാണ് മക്കളെ അല്ലേ? വളരെ സിമ്പിളാണ്. ഫിസാഅത്ത് റാബിയ എന്ന് പറഞ്ഞാൽ 4 മണിയാണ്. അടുത്ത് നോക്കൂ, ഫിസാഅത്ത് എന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ജുംല ചേർത്തി കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ദറസ്തു, ഞാൻ പഠിച്ചു അല്ലേ? ദറസ്തു, ഞാൻ പഠിച്ചു. ഫിസാഅത്തി, അപ്പോൾ ദറസ്തു എന്ത് ചെയ്യുക? ഒരു ഫീലിനെ ചേർത്ത് കൊടുക്കുക. ദറസ്തു, ഞാൻ പഠിച്ചു. ഫിസാഅത്തി, ഏതെങ്കിലും ഒരു സമയം കൊടുക്കാം. ഫിസാഅത്തിൽ ആഷിറ, ഞാൻ എന്ത് ചെയ്തു? 10 മണിക്ക് പാഠം പഠിച്ചു. അപ്പം എന്ത് ചെയ്യുക? ഇവിടെ 10 എന്നുള്ള സൂചി ഇതാ 10ൽ നിന്ന് 12ലേക്ക് വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് എന്ത് ചെയ്താ? തനാവൽത്തു അല്ലേ? തനാവൽത്തു, ഞാൻ കഴിച്ചു. എന്ത്? അൽ അഷാ അല്ലേ? രാത്രി ഭക്ഷണം ഞാൻ കഴിച്ചു. ഏത് സമയം? ഫിസാഅത്തി, ഒരു 8 മണി കൊടുത്തോളൂ. 8 മണിക്ക് നമ്മൾ എന്താ പറയുക? ഫിസാഅത്തി സാമിന എന്ന് പറഞ്ഞാൽ പോരെ മക്കളെ? ഫിസാഅത്തി സാമിന എന്ന് എഴുതാം. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ,
ഷാഹദത്തു അല്ലേ, ഷാഹദത്തു ഞാൻ കണ്ടു. എന്ത് കണ്ടു? അൽ തിൽഫാസ ഞാൻ TV കണ്ടു. ഏത് സമയം? ഫിസാഅത്തി ഒരു 7 മണി കൊടുക്കാം. ഫിസാഅത്തി സാബിയ എന്ന് കൊടുത്താൽ പോരെ അല്ലേ? ഫിസാഅത്തി സാബിയ എന്ന് 7 മണിക്ക് പറയാ സാബിയ എന്നാണ്. അപ്പം എന്ത് ചെയ്യുക? 8ൻ്റെ നേരം എന്ത് ചെയ്യുക? ക്ലോക്ക് വരച്ച് കൊടുക്കുക. 7ൻ്റെ നേരം എന്ത് ചെയ്യുക? ക്ലോക്ക് വരച്ച് കൊടുക്കുക. അടുത്ത് നോക്കൂ, അടുത്തൊരു ഉദാഹരണം ചെയ്താലോ? എന്താണ് അല്ലേ? നംതു ഞാൻ ഉറങ്ങി. നംതു ഞാൻ ഉറങ്ങി. ഫിസാഅത്തു എത്ര മണിക്ക് ഉറങ്ങുക? നമ്മളൊരു 9 മണി കൊടുക്കാം. നുംതു അല്ലേ, നുംതു ഞാൻ ഉറങ്ങി. ഫിസാഅത്തി എത്ര മണിയാണ്? താസിയ അല്ലേ, ഫിസാഅത്തി താസിയ ഞാൻ എന്ത് ചെയ്തു? 9 മണിക്ക് ഉറങ്ങി. അപ്പം മക്കളെ വളരെ സിമ്പിളാണ്. 9 എന്നുള്ളതിന് 9 മണിക്ക് പറയും നമ്മളെന്ത്? ഫിസാ മുന്നിലൊരു സാ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഫിസാഅത്തി താസിയ എന്ന് പറഞ്ഞാൽ 9 മണി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഫിസാഅത്തിന് ശേഷം സാമിന എന്നിട്ട് കൊടുത്താൽ അതെത്രയായി? 8 മണിയായി അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓരോ മണിക്കൂറുകളും പറയാൻ കഴിയും. അപ്പം എന്ത് ചെയ്യണം? 1 മുതൽ 12 വരെ നമ്മൾ എന്ത് ചെയ്യണം? പറയാൻ വേണ്ടി പഠിക്കണം. മനസ്സിലായോ മക്കളെ? 1 മുതൽ 12 വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? പറയാൻ വേണ്ടി കഴിയണം. അപ്പോൾ സാഅത്തുൽ വാഹിദ എന്ന് പറഞ്ഞാൽ 1 മണിയാണെന്ന് പഠിച്ചു. സാഅത്തുൽ സാനിയ എന്ന് പറഞ്ഞാൽ 2 മണിയാണെന്ന് പഠിച്ചു. സാഅത്തു സാലിസ എന്ന് പറഞ്ഞാൽ 3 മണിയാണെന്ന് പഠിച്ചു. സാഅത്തു റാബിയ എന്ന് പറഞ്ഞാൽ 4 മണിയാണെന്ന് പഠിച്ചു. സാഅത്തുൽ ഖാമിസ എന്ന് പറഞ്ഞാൽ 5 മണിയാണെന്ന് പഠിച്ചു. സെറ്റല്ലേ മക്കളെ? അപ്പം എന്ത് ചെയ്യുക? 1 to 10 വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? സമയം പറയാൻ കഴിയണം. 10 മണിക്ക് നമ്മൾ എങ്ങനെ പറയും? സാഅത്തുൽ ആഷിറ അല്ലേ? വളരെ സിമ്പിളാണ്. 10 എന്നുള്ളതിന് അഷറ എന്നാണ്. സാഅത്തുൽ ആഷിറ എന്ന് പറഞ്ഞാൽ 10 മണിയായി. അപ്പോൾ 9 മണിക്ക് നമ്മൾ എങ്ങനെ പറയും? തിസ്അ എന്ന് പറഞ്ഞാൽ 9 മണിയാണ്. അപ്പോൾ എന്ത് പറയാം? അസ്സാഅത്തു താസിയ എന്ന് പറയാം. 8 മണിക്ക് നമ്മൾ എങ്ങനെ പറയും? സമാനിയ എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ നോക്കൂ, സാഅത്തു സമാനിയ എന്ന് പറഞ്ഞാൽ 8 മണിയായില്ലേ? 7 മണിക്ക് നമ്മൾ എങ്ങനെ പറയും? സാഅത്തു അസാബിയ അല്ലേ? അസാഅത്തു സാബിയ എന്ന് പറഞ്ഞാൽ 7 മണിയായില്ലേ മക്കളെ? അപ്പോൾ നോക്കൂ, എത്ര സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിഞ്ഞു. ഇനി നോക്കൂ, ഹളറ റിൽവാൻ ഫിൽ മക്തബിൽ മർക്കസി ബി ഷഹാദത്തിഹി വജറത്ത് മുഖാബിലത്തു ബൈനഹു ബൈനൽ മുദീർ കിസ്മു തൗലീഫ്. അപ്പോൾ എന്ത് പറയാണ്? അപ്പോൾ നമ്മൾ റിൽവാൻ എന്ത് ചെയ്യുന്നു? ഇൻ്റർവ്യൂയിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ഓഫീസിലേക്ക് കയറുന്നു. അങ്ങനെ ഇൻ്റർവ്യൂയറും അതുപോലെ തന്നെ റിൽവാനും അല്ലേ? മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ റിൽവാനും തമ്മിൽ എന്ത് ചെയ്യാണ്? ഒരു സംഭാഷണം നടക്കുകയാണ്. അതെന്താണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. റിൽവാൻ പറയുന്നു സ്വബാൽ ഖൈർ, ഗുഡ് മോർണിംഗ്. കാരണം എന്താ? 10 മണി എന്നുള്ളത് എന്താണ്? രാവിലത്തെ സമയമാണ്. അതുകൊണ്ട് തന്നെ സ്വബാൽ ഖൈർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മുഅല്ലഫ് പറയുന്നു എന്ത്? സ്വബാഹ് നൂർ അല്ലേ? തിരിച്ചു പറയുന്നു എന്ത്? സ്വബാഹ് നൂർ എന്ന് പറയുന്നു. നോക്കൂ, തഫല്ലൽ വരൂ, വസ്തരി എന്നിട്ട് എന്ത് ചെയ്യൂ? ഇരിക്കൂ അല്ലേ? നമ്മൾ ആര് പറയാണ്? മുഅല്ലഫ് പറയാണ് എന്ത്? വരൂ എന്നിട്ട് എന്ത് ചെയ്യൂ? ഇരിക്കൂ എന്ന് പറയും. അപ്പോൾ റിൽവാൻ പറയും ശുക്രൻ, നന്ദി. നോക്കൂ, മുഅല്ലഫ് തിരിച്ചു പറയുന്നു അരിഫ് ബി നഫ്സിക, നീ എന്ത് ചെയ്യുക? സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതായത് നീ സ്വയം നിന്നെ എന്ത് ചെയ്യുക? പരിചയപ്പെടുത്തുക. റിൽവാൻ പറയും ഇസ്മി റിൽവാൻ, എൻ്റെ പേര് റിൽവാനാണ്. ഉമലു അൽ ആൻ ഫി ശരീക്കത്തിൽ ഖാസ, ഞാനിപ്പം എന്ത് ചെയ്യുന്നു? ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. മുഅല്ലഫ് ചോദിക്കുകയാണ് മാ ജിൻസിയത്തുക എന്ന് ചോദിച്ചാൽ എന്താ? നിന്റെ നാഷണാലിറ്റി എന്താണ്? റിൽവാൻ പറയുന്നു അന ഹിന്ദിയു, ഞാൻ ഇന്ത്യക്കാരനാണ്. മുഅല്ലഫ് അതായത് ഉദ്യോഗസ്ഥൻ അല്ലേ? മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ ആരാ? ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു? തിരിച്ചു ചോദിക്കുന്നു കം ഉംറക, നിനക്ക് എത്ര വയസ്സായി? റിൽവാൻ പറഞ്ഞു ഹംസത്ത വൈശ്രൂൻ. എത്ര മക്കളെ? ഹംസത്ത വൈശ്രൂൻ എന്ന് പറഞ്ഞാൽ എത്ര? 25 വയസ്സ് അല്ലേ? ഹംസത്ത് എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇശ്രൂൻ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഹംസത്ത വൈശ്രൂൻ എന്ന് പറഞ്ഞാൽ 25 വയസ്സാണ്. മാറിപ്പോകരുത്. മുഅല്ലഫ് ചോദിക്കുന്നു മുഹയ്യിലാത്തുക, നിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? റിൽവാൻ തിരിച്ചു പറയുന്നു ഹസൽതു അല ബക്കാലൂരിയൂസ് അല്ലേ മിൻ ജാമിയത്തിൽ കാലിക്കൂത്ത്, എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞാൻ ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. ബക്കാലൂരിയൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി എന്നാണ്. അപ്പം ഞാൻ ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. മുഅല്ലഫ് ചോദിക്കുന്നു ഹൽ ഹിന്ദക ഹിബ്റത്തുൻ, നിന്റെ അടുത്ത് വല്ല എക്സ്പീരിയൻസും ഉണ്ടോ? നമ്മളൊരു ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ക്വാളിഫിക്കേഷനും, അതുപോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഹിബ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ നിന്റെ അടുത്ത് വല്ല എക്സ്പീരിയൻസും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റിൽവാൻ പറയുന്നു ഉണ്ട് സനത്താനി, ഞാൻ 2 വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ മുഅല്ലഫ് പറയുന്നു സ നെത്തസിലു എന്താ ബിക്ക ലായിക്ക അല്ലേ? സ നെത്തസിലു ബിക്ക ലായിക്ക, നമുക്ക് എന്ത് ചെയ്യാം?
വൈകാതെ കണ്ടുമുട്ട, അതായത് നീ ഞങ്ങളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ചേർന്നിരിക്കുന്നു അല്ലേ, നീ ഞങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, വി വിൽ കോൺടാക്ട് യു ലേറ്റർ, ഞാൻ എന്ത് ചെയ്യുക നിന്നെ ഉടനെ എന്ത് ചെയ്യുക ബന്ധപ്പെടാമെന്ന് ആര് പറയുന്നു, നമ്മൾ മുഅല്ലഫ് പറയുന്നു, റിദ്വാൻ പറയുന്നു, ശുക്രൻ നന്ദി എന്ന് പറയുന്നു. മക്കളെ മനസ്സിലായോ? ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഒരു ബയോഡാറ്റയിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് ബയോഡാറ്റയിൽ കൊടുക്കേണ്ടതെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സമയത്തെക്കുറിച്ച് പറഞ്ഞു. അൽ യൗമുൽ വാഹിദ് എന്ന് പറഞ്ഞാൽ 1 മണിയാണ്, അൽ യൗമുൽ സാനി എന്ന് പറഞ്ഞാൽ 2 മണിയാണ്, അൽ യൗമു സാലിസ സാഅത്തു സാലിസ് എന്ന് പറഞ്ഞാൽ 3 മണിയാണ്, സാഅത്തു റാബി എന്ന് പറഞ്ഞാൽ 4 മണിയാണ്, സാഅത്തുൽ ഖാമിസ് എന്ന് പറഞ്ഞാൽ 5 മണിയാണ് അല്ലേ. 10 മണിക്ക് നമ്മൾ എങ്ങനെ പറയും, സാഅത്തുൽ ആശറ എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. 9 മണിക്കോ സാഅത്തു താസിയ എന്ന് പറയും. 8 മണിക്കോ സാഅത്തു സാമിന എന്ന് പറയും. അപ്പോൾ എന്ത് പറഞ്ഞു, ഓരോ മണിക്കൂറുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പഠിച്ചു, എണ്ണാൻ പഠിച്ചു. ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ റിദ്വാനും തമ്മിലുള്ള ഒരു മനോഹരമായ സംഭാഷണം നമ്മൾ എന്തായി ഇവിടെ ചർച്ച ചെയ്തു. അതിൽ നമ്മൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകളാണ്. ഒന്ന് എന്നുള്ളത് എന്താണ്, മുഹയ്യിലാത്തുക അല്ലേ. മുഹയ്യിലാത്തുക എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഹയ്യിലാത്തുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ഹിബ്രത്ത് എന്നുള്ളത് വാക്കും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിബ്രത്തുൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. നിനക്ക് എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ആര് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്. നോക്കൂ മക്കളെ, ഇനി വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് തന്നത്. നുക്മിലുൽ ജുംല ബിൽ കലിമാത്തിൽ മുനാസിബിൽ സുബർ അല്ലേ. ഓരോ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിന് യോജിച്ച വാക്കുകൾ എന്ത് ചെയ്യണം, ഈ ബോക്സിൽ എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്ത് എഴുതാം അല്ലേ. അപ്പോൾ ഹാസൂബ് എന്ന് പറഞ്ഞാൽ എന്താ, ഹാസൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടർ അല്ലേ. കമ്പ്യൂട്ടറിനാണ് എന്തെന്ന് പറയുക, ഹാസൂബ് എന്ന് പറയുക. അതുപോലെ തന്നെ മിജ്റഫ എന്ന് പറഞ്ഞാൽ എന്താ, മിജ്റഫ എന്ന് പറഞ്ഞാൽ കോടാലി, കൈക്കോട്ട് അല്ലേ. നമ്മുടെ കർഷകർ ഉപയോഗിക്കുന്ന കോടാലി അല്ലെങ്കിൽ കൈക്കോട്ടിനാണ് മിജ്റഫ എന്ന് പറയുക. അതുപോലെ തന്നെ മിൻഷാറുൽ കഹറബായ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വുഡ് കട്ടർ അല്ലേ, മരം മുറിക്കുന്ന ആ കട്ടർ ഉണ്ടല്ലോ, അതിനാണ് എന്തെന്ന് പറയുക, മിൻഷാറുൽ കഹറബായ് എന്ന് പറയുക. ഷാക്കൂഷി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഷാക്കൂഷി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഷാക്കൂഷി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ സമ്മാ എന്ന് പറഞ്ഞാലോ, സമ്മാ എന്ന് പറഞ്ഞാൽ ഷാക്കൂഷി എന്ന് പറഞ്ഞാൽ ചുറ്റികയാണ് അല്ലേ. അപ്പോൾ ഷാക്കൂഷി എന്ന് പറഞ്ഞാൽ ചുറ്റികയാണ്. അതുപോലെ തന്നെ ടെലസ്കോപ്പിനാണ് എന്തെന്ന് പറയുക, സമ്മാ എന്ന് പറയുക. മനസ്സിലായല്ലോ. അപ്പോൾ സമ്മ എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പാണ്, ഷാക്കൂഷി എന്ന് പറഞ്ഞാൽ ചുറ്റികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ വാക്കുകൾ എന്ത് ചെയ്യണം, ആ ചിത്രത്തിലുള്ള എവിടേക്കാണോ കണക്ട് ചെയ്യേണ്ടത് അവിടേക്കാണ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. യസ്തഖദിമു ഉപയോഗിക്കുന്നു. നജ്ജാർ, നജ്ജാർ എന്ന് പറഞ്ഞാൽ മരവെട്ടുകാരൻ അല്ലേ, മരപ്പണിക്കാരൻ ഉപയോഗിക്കുന്നു. നജ്ജാർ എന്ന് പറഞ്ഞാൽ ആരാണ്, ആശാരി. നജ്ജാർ എന്ന് പറഞ്ഞാൽ ആശാരി ഉപയോഗിക്കുന്നു. എന്തിനു ഉപയോഗിക്കുന്നു, ആശാരി എന്താ ഉപയോഗിക്കുക മക്കളെ, കോടാലിയാണോ, അല്ല, എന്താണ്, നമ്മുടെ ചുറ്റുകയാണ് ആശാരി ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ആശാരി ഉപയോഗിക്കുന്നു എന്തിനെ, അഷാക്കൂഷ. ഇവിടെ എന്ത് ചെയ്യണോ, ബിഷാക്കൂഷ് എന്ന് മാത്രം എഴുതി കൊടുത്താൽ പോരെ, ബിഷാക്കൂഷ് അല്ലേ. യസ്തഖദിമു നജ്ജാറു ബിഷാക്കൂഷ്, നമ്മുടെ നജ്ജാർ ആശാരി എന്ത് ചെയ്യുന്നു, ഷാക്കൂഷ്, അതായത് കോടാലി അല്ല എന്തുപയോഗിക്കുന്നു, ചുറ്റുക ഉപയോഗിക്കുന്നു. അടുത്ത് നോക്കൂ, യസ്തഖദിമു ത്വബീബ്, ഡോക്ടർ ഉപയോഗിക്കുന്നു. എന്തുപയോഗിക്കുന്നു, വർക്ക് ചെയ്യുന്നു, പണി ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ പഠിച്ചു, എന്താണ് ബി സമാ അല്ലേ. ബി സമാ എന്ന് പറഞ്ഞാൽ എന്താണ്, സമാ എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പിനാണ് സമ എന്ന് പറഞ്ഞാൽ. ഇവിടെ ചിത്രമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മരം വെട്ട് അല്ലേ, വുഡ് കട്ടർ ഉണ്ട്. അപ്പോൾ നോക്കൂ, യസ്തഖദിമുൽ ഹത്താബ്, ഹത്താബ് എന്ന് പറഞ്ഞാൽ ആരാ, മരവെട്ടുകാരൻ. മരവെട്ടുകാരൻ ഉപയോഗിക്കുന്നത് എന്ത്, ബി മിൻക അല്ലേ, ബി മിൻഷാരിൽ കഹറുബായ്. ഇവിടെ എന്ത് ചെയ്യുക, ബി മിൻഷാരി, ഇവിടെ എന്ത് ചെയ്യുക, മിൻഷാറിൽ കഹറുബായ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായല്ലോ മക്കളെ. അടുത്ത് നോക്കൂ, യസ്തഖദിമുൽ മുസമ്മിമു, യസ്തഖദിമുൽ മുസമ്മിമു എന്താ ഇവിടെ ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ അല്ലേ. യസ്തഖദിൽ മുഹമ്മിമു ബിൽ ഹാസൂബൻ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. ഏറ്റവും അവസാനം നോക്കൂ, യസ്തഖദിമുൽ മുസാരിഉ, നമ്മുടെ കർഷകൻ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. എന്തിനു ഉപയോഗിക്കുന്നു, ഇവിടെ നമ്മൾ പഠിച്ചു മിജ്റഫ എന്ന് പറഞ്ഞാൽ എന്താണ്, കൈക്കോട്ടാണ്. അപ്പം എന്ത് ചെയ്യുക, ബിൽ മിജ്റഫ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. മക്കളെ മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പണിയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുള്ളത്. എല്ലാ വേർഡുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാസൂബ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ്, മിജ്റഫ എന്ന് പറഞ്ഞാൽ കൈക്കോട്ടാണ്, മിൻഷാറുൽ കഹറുബ എന്ന് പറഞ്ഞാൽ വുഡ് കട്ടറാണ്, ഷാക്കൂഷി എന്ന് പറഞ്ഞാൽ എന്താ, കോടാലിയാണ്. അതുപോലെ തന്നെ ചുറ്റികയാണ്. സമ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ടെലസ്കോപ്പാണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇത് എവിടേക്കാണോ കണക്ട് ചെയ്യേണ്ടത് നേരെ എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത് നോക്കൂ, വളരെ സിമ്പിളായിട്ടുള്ള വാക്കാണ്. നുത്തർജിമുൽ ജുംലത്ത് താലിയിൽ ഇംഗ്ലീഷിയ കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളത് പോലെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, നമുക്ക് അറബി എന്താണ് ഇംഗ്ലീഷിലാക്കണം.
എഴുതണം. സനത്തസിലു ബിക ലായിക്കൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? ഞാൻ നിന്നെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം അല്ലേ? അതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്? വി വിൽ കോൺടാക്ട് യു ലേറ്റർ. ഞങ്ങൾ എന്ത് ചെയ്യുക, നിന്നെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്ത് നോക്കൂ, അന ഹിന്ദിയുൻ എന്നുള്ളത് അറബിയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ എന്താക്കണം, എഴുതണം. അന ഹിന്ദി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ നമ്മൾ എഴുതുക മക്കളെ? അന ഹിന്ദി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെ പറയുക? ഐ ആം ആൻ ഇന്ത്യൻ അല്ലേ? ഐ ആം ആൻ ഇന്ത്യൻ, ഞാൻ ആരാണ്? ഒരു ഇന്ത്യക്കാരനാണ്. അതിൻ്റെ അന ഇന്ത്യൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്? ഐ ആം ആൻ ഇന്ത്യൻ എന്നുള്ളത്. അടുത്ത നോക്കൂ, ബൈത്തി ഫി തിരുവനന്തപുരം. എൻ്റെ വീട് എന്താണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? മൈ ഹൗസ് ഹീസ് ഇൻ തിരുവനന്തപുരം. മനസ്സിലായല്ലോ? അപ്പോൾ മൈ ഹൗസ് ഈസ് ഇൻ തിരുവനന്തപുരം. മനസ്സിലായോ? മാ ഉമ്രുക്ക, നിനക്ക് എത്ര വയസ്സായി? അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും? അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും? ഹൗ ഹോൾഡ് ആർ യു അല്ലേ? ഹൗ ഹോൾഡ് ആർ യു, നിനക്ക് എത്ര വയസ്സായി? അടുത്ത് നോക്കൂ, അൽ ഹിന്ദി കൈബറത്തുൻ, നിൻ്റെ അടുത്ത് വലിയ എക്സ്പീരിയൻസും ഉണ്ടോ? അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും? ഡു യു ഹാവ് എക്സ്പീരിയൻസ്? അല്ല മക്കളെ, എങ്ങനെയല്ലേ ചോദിക്കുക? ഡു യു ഹാവ് എക്സ്പീരിയൻസ്? അൽ ഹിന്ദ കൈബറത്തുൻ, നിൻ്റെ അടുത്ത് വല്ല എക്സ്പീരിയൻസും ഉണ്ടോ? അതിന് ഇംഗ്ലീഷ് എന്താ? ഡു യു ഹാവ് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ മാ ഉമ്രുക്ക, നിൻ്റെ വയസ്സെത്രയായി? ഹൗ ഹോൾഡ് ആർ യു, നിനക്ക് എത്ര വയസ്സായി? അതുപോലെ തന്നെ ബൈത്തി ഫി തിരുവനന്തപുരം, മൈ ഹൗസ് ഈസ് ഇൻ തിരുവനന്തപുരം. അതുപോലെ തന്നെ അന ഇന്ത്യൻ, ഐ ആം ആൻ ഇന്ത്യൻ. സനത്തസിലു ബിക ലായിക്കൻ, വി വിൽ യു കോൺടാക്ട് യു ലേറ്റർ. അപ്പം എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒരു പക്ഷേ എക്സാമിന് നിങ്ങളോട് പറയും എന്ത്, അറബി തന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് എഴുതാൻ പറയൂ. അപ്പം എന്താവരുത്, തെറ്റിപ്പോകരുത് മക്കളെ. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ? ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഒരു സീറത്തു ദാത്തിയ, ഒരു ബയോഡാറ്റ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഘടനയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം അല്ലേ? ഇസ്മു കാമിൽ, ഉൻവാന്, ജിൻസിയ, ജിൻസ്, ഉംർ, താരിഖ്, മീലാദ്, ഇസ്മു വാലിദ്, ലുഅത്തുൽ ഉമ്മ്. അതുപോലെ തന്നെ ലുഅത്തുൽ റഖ്മുൽ ജവാസി സഫർ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് നമ്പർ. അതുപോലെ തന്നെ മൊഹയിലാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ. ഹിബ്രത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. റഖ്മു തിൽഫൂസ് എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പറാണ്. ബരീദുൽ ഇലക്ട്രോണിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇമെയിലാണ്. മനസ്സിലായല്ലോ? അതിനുശേഷം നമ്മൾ പറഞ്ഞു അവൻ ഇമെയിൽ, നമ്മളെ റിൽവാൻ ഇമെയിൽ അയക്കുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു? റീപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യമാണ് സമയത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? അൽ യോമുൽ വാഹിദ് എന്ന് പറഞ്ഞാൽ, അസാഅത്തുൽ വാഹിദ് എന്ന് പറഞ്ഞാൽ 1 മണിയാണ്. സാഅത്തു സാനിയ എന്ന് പറഞ്ഞാൽ 2 മണിയാണ്. സാഅത്തു സാലിസ എന്ന് പറഞ്ഞാൽ 3 മണിയാണ്. സാഅത്തു റാബി എന്ന് പറഞ്ഞാൽ 4 മണിയാണ്. സാഅത്തുൽ ഖാമിസ എന്ന് പറഞ്ഞാൽ 5 മണിയാണ്. അതുപോലെ തന്നെ സാഅത്തു സാബിയ എന്ന് പറഞ്ഞാൽ 7 മണിയാണ്. സാഅത്തു സാമിന എന്ന് പറഞ്ഞാൽ 8 മണിയാണ്. സാഅത്തു താസിയ എന്ന് പറഞ്ഞാൽ 9 മണിയാണ്. സാഅത്തുൽ ആശറ എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. സമയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇല്ലേ മക്കളെ? അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ നമ്മൾ ചെയ്തു അല്ലേ? ഒരു കോൺവെർസേഷൻ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഹാസൂബ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ്. മിജ്റഫ എന്ന് പറഞ്ഞാൽ കൈക്കോട്ടാണ്. അതുപോലെ തന്നെ മിൻഷാറുൽ കഹറുബ എന്ന് പറഞ്ഞാൽ വുഡ് കട്ടറാണ്. ഷാക്കൂഷ് എന്ന് പറഞ്ഞാൽ ചുറ്റികയാണ്. സമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെലസ്കോപ്പാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യുക, തുടങ്ങിയ കാര്യങ്ങൾ എന്താണോ ഫോട്ടോത്തിലുള്ളത് അതെന്ത് ചെയ്താൽ മതി, അവിടെ വേർഡ് ചേർത്തി കൊടുത്താൽ മാത്രം മതി. അതും നമ്മൾ പഠിച്ച് ഏറ്റവും അവസാനം അറബി തന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് എഴുതാനും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളെ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നുള്ളൂ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് സാറ് വിചാരിക്കുന്നു. വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് അറിയിക്കണം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായിട്ട് കമൻറ്റ് അറിയിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി എക്സാമിലേക്ക് മാരത്തോൺ സെക്ഷൻ വരാനുണ്ട്. അതിൻ്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നുള്ള സെക്ഷനൊക്കെ നമുക്ക് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക. നമ്മുടെ ഈ ഒരു അറബി എക്സാം എന്ത് ചെയ്യണം, നമുക്ക് തൂക്കണം. നല്ല മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, സ്കോർ ചെയ്യാൻ കഴിയണം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ സാറ് നൽകട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിൽ നല്ല മാർക്ക് നേടാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ച് കൊണ്ടിട്ട് ജസാക്കുമുല്ലാഹ് ഖൈറൻ. ശുക്രൻ ലക്കും യാ തുല്ലാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.